ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളിലോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബ്യൂട്ടി ടിപ്സ് ഒന്നുമല്ല, നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. അതായത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു വിദ്യ പ്രയോഗിക്കുന്നു, അതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അത് നമ്മുടെ ഇപ്പോൾ വീടിൻ്റെ ദൃഷ്ടിദോഷം മാറാനൊക്കെ നമ്മൾ എന്താ പറയുന്നത്, കെട്ടിയൊക്കെ തൂക്കിയിടില്ലേ ഫ്രണ്ടിൽ. നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും. എന്താണ് അതിൻ്റെ പേര് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ, ഈ ഭദ്രകാളിയുടെ ഓരോ ഇതൊക്കെ സൈസ് നമ്മുടെ വീടിൻ്റെ ഒരു വശത്ത് നമ്മളെ തൂക്കിയിടും. ചിലർ കള്ളിമുൾച്ചെടി തൂക്കിയിടും. അപ്പം അങ്ങനെ ഇപ്പം നമ്മളിവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യും, നമുക്ക് ദൃഷ്ടിദോഷം കിട്ടാണ്ടിരിക്കാനും ഒക്കെ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനും ഒക്കെ നമുക്ക് ഒരുമാതിരി ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് നമുക്ക് പരീക്ഷിച്ചറിഞ്ഞ സത്യമാണിത്. അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറി നമ്മുടെ കടബാധ്യതയൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ ലക്ഷ്മി ദേവി നമ്മുടെ എടുത്ത് കുടിയിരിക്കാനും ഒക്കെ ചെയ്യുന്ന കല്ലുപ്പുകൊണ്ട് ചെയ്യുന്നൊരു വിദ്യയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേർക്ക് ഇത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കല്ലുപ്പ് കൊണ്ടുള്ള ഒരു കർമ്മമാണ് ചെയ്യുന്നത്. അപ്പോൾ കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ ഒരു ദിവ്യ വസ്തു തന്നെയാണെന്ന് പറയാം. അപ്പോൾ കല്ലുപ്പ് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ പറയണ കേൾക്കാറില്ല, വീട്ടിൽ ഉപ്പ് തീർന്നു പോകാൻ പാടില്ല എന്ന് എപ്പോഴും പറയും. അതിൽ ചിലവർ ഉപ്പൊക്കെ നമ്മുടെ തീർന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് പോയിട്ട് നമ്മൾ മേടിക്കും. ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഉപ്പും മഞ്ഞളും ഇല്ലാണ്ടിരിക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ തീരാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് പകുതി ആകുമ്പോൾ തന്നെ അടുത്തത് നമ്മൾ പറഞ്ഞിരിക്കണം. അങ്ങനെ വീട്ടിൽ അറ്റു പോകരുത് മഞ്ഞളും ഉപ്പും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ഉപ്പൊക്കെ എടുത്തു കഴിഞ്ഞ് നമുക്ക് പകുതി ആകുമ്പോൾ തന്നെ നമ്മൾ അത് പെട്ടെന്ന് തന്നെ പറയും. അപ്പോൾ എന്നിട്ട് ആ പകുതി ആകുമ്പോൾ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കണം. അത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കണം നമ്മൾ. അതാണ് ഏറ്റവും ഐശ്വര്യം. അപ്പോൾ ഒരിക്കലും ഇനിയിപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ, ഉപ്പ് ഒരിക്കലും വീട്ടിൽ കുറഞ്ഞു പോകരുത്. പിന്നെ അപ്പം കല്ലുപ്പാണ് നമുക്ക് മെയിനായിട്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവരും പൊടിയുപ്പായിരിക്കും മേടിക്കുന്നത്. അപ്പോൾ പൊടിയുപ്പ് നമ്മുടെ പാത്രത്തിൽ നിറച്ച് വെച്ചേക്കണം. പോരാത്തതിന് ഒരു ബോട്ടിൽ നമ്മുടെ കല്ലുപ്പും കൂടി വീട്ടിൽ സൂക്ഷിക്കണം എപ്പോഴും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഈ കടബാധ്യത തീരാൻ വേണ്ടിയാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇപ്പം കടബാധ്യത ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഇടയിലോട്ട് സമ്പത്ത് കൂടുതൽ വരാനും പിന്നെ നല്ല സമ്പന്നനാവാനും സാധിക്കും. അതേസമയത്ത് കട ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റുക അത്ഭുതകരമായിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വഴി നമുക്ക് നമ്മുടെ കടമൊക്കെ നമുക്ക് ഒഴിഞ്ഞു കിട്ടും. അതാണ് നമ്മൾ ഈ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ സ്വർണ്ണമായിരിക്കും, വസ്തുവായിരിക്കാം, ചിലപ്പം ഗൃഹമായിരിക്കാം, നമുക്ക് വീട് വേണമെന്നായിരിക്കും. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്തായാലും ഇത് വാങ്ങിക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടാവുമല്ലോ. ആ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കല്ലുപ്പ് കൊണ്ടിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സ്വർണ്ണമോ നമുക്ക് എന്താണെങ്കിലും ശരി, എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ മാറി നമുക്കത് പെട്ടെന്ന് തന്നെ നടത്തിയെടുക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഈ കല്ലുപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മുടെ ആഗ്രഹം പൂർണ്ണമായിട്ടും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ മഹാലക്ഷ്മിയുടെ ഒരു സാന്നിധ്യം തന്നെ അറിയാൻ പറ്റും. അപ്പം ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് കേട്ടോ ഇത് കൂടുതലായിട്ട് നമ്മൾ ഇതങ്ങനെയാണ് ചെയ്യത്തുള്ളൂ. എന്നാലുള്ളൂ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേക ഒരു സമയവുമുണ്ട് അതിന് പറയാം. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇത് ചെയ്യുമ്പം ഇതിൽ 2-3 സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന്, ഒരു കണ്ണാടി ബൗള്, ഒരു കുപ്പി, കണ്ണാടി കുപ്പി വേണം. പിന്നെ നമുക്ക് കല്ലുപ്പ് വേണം. അപ്പം കണ്ണാടി കുപ്പി, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഒരു കാരണവശാലും നിങ്ങൾ എടുക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊട്ടും അതിനുള്ള നമുക്കൊരു ഗുണം കിട്ടത്തില്ല. അപ്പം ശരിക്കും നമ്മൾ
കണ്ണാടി കുപ്പി തന്നെ എടുക്കാൻ നോക്കണം. പിന്നെ കുറച്ച് കല്ലുപ്പ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബൗളെടുത്തല്ലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടണ കുപ്പി തന്നെ ആയിരിക്കണേ, കുപ്പി ഗ്ലാസ് തന്നെ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ എന്താണെന്ന് ചോദിക്കണം, ഇത് കുറച്ച് മഞ്ഞൾ അല്ല ഉപ്പ് ഇടുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഉപ്പ് ഒരിക്കലും എടുക്കരുത്. നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകം ഒരു പാക്കറ്റ് ഉപ്പ് മേടിച്ച് വെക്കുക. അല്ലാണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഈ ഉപ്പ് എടുക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പാത്രത്തിൻ്റെ ഇതിലോട്ട് ഉപ്പിടണം. അതെങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കിയിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്താവശ്യമാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മളത് പ്രാർത്ഥിക്കണം. അപ്പം ഇത് മുഴുവനായിട്ട് ഇടാനും പാടില്ല, പകുതിയേ പാടുള്ളൂ. അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുപ്പി എടുക്കുമ്പോൾ ഈ വാവട്ടമില്ലേ അത് കുറച്ചും കൂടി വലുതായിട്ട് എടുക്കാൻ വേണ്ടി നോക്കണം. ഇതിൽ നമുക്ക് 2 സാധനങ്ങൾ വെക്കാനുണ്ടേ. അപ്പം നമുക്ക് അത് ആ രീതിക്ക് പറ്റണമെങ്കിൽ വാവട്ടം വേണമെന്ന് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ചു, കല്ലുപ്പ് ഇങ്ങനെ ഇട്ട്, അപ്പോൾ ഇതുപോലെ പകുതി ഇടാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്മി ദേവി കുടിയിരിക്കണ നമ്മുടെ മഞ്ഞളില്ലേ, ഉണക്ക മഞ്ഞളായിരിക്കണം. ആ ഉണക്ക മഞ്ഞൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഈ കുത്തി ഇങ്ങനെ നിർത്തണം. കണ്ടോ, ഇതിങ്ങനെ കുത്തി നിർത്തണം. ഞാൻ കാണിച്ചു, കണ്ടോ, ഇതുപോലെ നമ്മൾ ഇങ്ങനെ കുത്തി വേണം നിർത്താനായിട്ട് മഞ്ഞൾ, കണ്ടോ. അപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ കല്ലുപ്പിട്ടപ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും പ്രാർത്ഥിക്കണം നമ്മൾ. എന്നിട്ട് പിന്നെ നമ്മളിപ്പോൾ ഗൃഹമാണോ വീടാണോ ഗൃഹമാണോ പിന്നെ വസ്തുവാണോ സ്വർണ്ണമാണോ എന്താണ് നമുക്ക് ഇവിടെ കടബാധ്യത തീരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് പറയുക. അപ്പോൾ ഉപ്പിടുമ്പോൾ ഇതുപോലെ പ്രാർത്ഥിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞൾ ഇങ്ങനെ വെക്കുമ്പോഴും നമ്മളിങ്ങനെ പ്രാർത്ഥനയോടെ വെക്കണം. പിന്നെ അടുത്ത സാധനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കേണ്ടത് നമ്മുടെ വയമ്പാണ് വെക്കേണ്ടത്. അപ്പം അടുത്തത് നമ്മൾ വെക്കുന്നത് നമ്മുടെ വയമ്പാണ്. ഈ വയമ്പും നമ്മൾ പ്രാർത്ഥനയോടെ ഇങ്ങനെ എല്ലാം കുത്തി നിർത്താനേ പാടുള്ളൂ നിങ്ങൾ, കണ്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദേവിയുടെ സാന്നിധ്യമുള്ളതാണ് നമ്മുടെ ഉപ്പ്, മഞ്ഞൾ, പിന്നെ വയമ്പ്. ഇത് ഇത്രയും നമ്മളിങ്ങനെ കുത്തി നിർത്തുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സ്ഥലത്തോട്ടും കൂടി നമ്മുടെ ഈ ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഉള്ളിലോട്ട്. അതിൻ്റെ മേളിലോട്ടും കൂടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉണ്ടോ, അങ്ങനെ ഇട്ട് കൊടുത്ത് വെച്ച് നമ്മുടെ ഈ കുപ്പിയുടെ മൂടി കൊണ്ട് നല്ല ടൈറ്റാക്കി നമ്മളിത് അടച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ അടുക്കളയിലോ പൂജാമുറിയിലോ എവിടെയെങ്കിലും ആര് കാണാത്ത സ്ഥലത്ത്, നമ്മുടെ വീട്ടിലെ ആൾക്കാരും കണ്ടാൽ കുഴപ്പമില്ല, ആര് കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വേണം ഇത് വെക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ മുഴുവനായിട്ട് നമുക്ക് മാറും. എല്ലാം ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ മടി, അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ള് കിടക്കുക, അങ്ങനെ ആലസ്യം, അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു ഒന്നിനും ഒരു ഉന്മേഷമില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ അതിനൊക്കെ ഏറ്റവും നല്ലൊരു മാർഗമാണ് നമ്മുടെ കല്ലുപ്പുണ്ടുള്ള ഇത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ മാറും. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണുകേർ ദോഷമായിരിക്കും, അല്ലെങ്കിൽ പ്രാക്ക്, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് ഉയർച്ച കിട്ടാത്തത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. പിന്നെ നമുക്ക് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറി നമുക്ക് നല്ല നിലയിൽ ഒക്കെ ഉയരാനും പിന്നെ നമ്മുടെ കർമ്മമേഖലയൊക്കെ നല്ല പുരോഗതിയായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു നമുക്ക് കൂടുതൽ വരുമാനം കിട്ടാനുള്ള ഓരോരോ സ്രോതസ്സൊക്കെ ഉണ്ടാവും. നമുക്കത് കണ്ട് എന്താ പറയുക, നമ്മുടെ മുമ്പിൽ തന്നെ തെളിഞ്ഞു വരും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കുറച്ച് പൈസ കയ്യിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തോ നഷ്ടത്തിൽ വരുമോ, അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ. ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു നല്ല വരുമാനം ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ തൊഴിൽപരമായ നമ്മുടെ കർമ്മരംഗത്ത് നമുക്ക് സാമ്പത്തിക പുരോഗതി വരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആരാണോ നമുക്ക് വരുമാനത്തിന് ഇതാവുന്നത്, ചിലപ്പോൾ ഗൃഹനാഥനായിരിക്കും, ഗൃഹനാഥയായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചൊവ്വ, വെള്ളി ഇതൊഴിച്ച്
ബാക്കിയുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ കുറച്ച് ഉപ്പെടുത്തിട്ട് തലയിൽ 3 പ്രാവശ്യം ഒഴിയണം, കാലയിലും ഒക്കെ ഒഴിഞ്ഞിട്ട് അവരിത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എന്നിട്ട് നമ്മൾ ഈ ഒഴിഞ്ഞ ഉപ്പെടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് നമുക്ക് സിങ്കിൽ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് നമുക്കിത് കളയാം. പക്ഷെ ഇത് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ട് ഇത് കളയാൻ പാടുള്ളൂ. ആ 1 മാസം വരെ നമ്മുടെ വീട്ടിലിത് സൂക്ഷിച്ചു വെക്കണം നിങ്ങൾ. എന്നിട്ട് ഇത് കളയണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളോ വ്യാഴോ വേണം നമ്മൾ ഇത് കൊണ്ട് കളയാനായിട്ട്. നമ്മുടെ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ ഈ ഉപ്പ് അലിയിപ്പിച്ചിട്ട് നമ്മൾ സിങ്കിൽ വല്ലതും ഇത് കളയാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൊവ്വ വെള്ളിയ ദിവസങ്ങൾ ഒഴിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. എന്താ വെച്ചാൽ ചൊവ്വ വെള്ളിയ ദിവസങ്ങളിൽ നമുക്ക് ഉപ്പ് പിന്നെ കളയാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ ദിവസങ്ങൾ നോക്കി വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഗൃഹനാഥനോ നാഥക്കോ ആരാണ് നമുക്ക് പൈസയുടെ ഇത് കൂടുതൽ നമുക്ക് വരുമാനം കിട്ടുന്നത് അവരിൽ നിന്നാണോ അവർക്കിത് ചെയ്തു കൊടുക്കാം. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഉപ്പ് നമ്മൾ നേരത്തെ സൂക്ഷിച്ചില്ലേ ഇതുപോലത്തെ, അത് നമ്മൾ 1 മാസം കഴിഞ്ഞാണ് നമ്മൾ കളയാൻ പാടുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തിങ്കളോ വ്യാഴോ ദിവസങ്ങളിൽ വേണം നമ്മളത് ഈ ഉപ്പ് മുഴുവൻ എടുത്തേച്ച് ഒരു പാത്രത്തിൽ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് മുഴുവൻ നമ്മൾ അലിയിപ്പിക്കണം. അലിയിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൊണ്ട് സിങ്കിലോ ആരെങ്കിലും ചവിട്ടാത്ത എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് ഒഴിക്കാം. പിന്നെ ഇതിലെ മഞ്ഞളും വയമ്പും നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഉപയോഗിക്കാം. നിങ്ങളിനിപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് നിർത്തുക, പിന്നെ ഉപയോഗിക്കണില്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്ക് വെള്ളത്തിൽ എന്തെങ്കിലും കളയണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരും ചവിട്ടാത്ത സ്ഥലത്തിൽ. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ 1 പ്രാവശ്യം കൂടെ പാടുള്ളൂ. അപ്പം അങ്ങനെ വേണം ഇത് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമ്മുടെ ദേവിയുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പല ഇതും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ദൃഷ്ടിദോഷമൊക്കെ മാറി നമ്മൾ വീടിൻ്റെ അവിടെയൊക്കെ ഓരോന്ന് ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണിത്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് ഒരു കാര്യം മനസ്സിൽ വരാൻ പാടില്ല. ഇത് നടക്കുമോ, ഇതൊക്കെ എന്തിനാണ്, അങ്ങനെ ചിന്തിക്കരുത്. ചെയ്യുമ്പോൾ തന്നെ വിചാരിക്കുക എനിക്കിത് നടന്ന് കിട്ടും. അപ്പോൾ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങളുടെ മാറി ഒത്തിരി പേർക്ക് റിസൾട്ടും കിട്ടിയിട്ടുള്ളതാണിത്. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.